ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്നത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് വിഴിഞ്ഞം ടെർമിനൽ. നമ്മുടെ പോർട്ടിൻ്റെ കോഡ് മാറിയതുപോലെ പോർട്ടിൻ്റെ പേര് മാറും എന്ന പ്രതീക്ഷയിൽ നിലവിലെ പേരായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ട്രിവാൻഡ്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഏതാണ്ട് 5 കണ്ടെയ്നർ ഹൈറ്റിൽ കണ്ടെയ്നർ യാർഡിൽ നിരനിരയായി അടുക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്തിടെ 5 ലക്ഷം TEUക്ക് മുകളിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സാധിച്ച ഒരേ ഒരു പോർട്ട്, അതായത് 800 മീറ്റർ മാത്രം ബെർത്തുള്ള ഒരേ ഒരു പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെയും നിലവിൽ ഫസ്റ്റ് ഫേസിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള പാരിസ്ഥിതിക അനുമതി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ എന്തൊക്കെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഡീറ്റെയിൽ അപ്ഡേഷൻ നോക്കുന്നത്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് ബെർത്ത്, ബ്രേക്ക് വാട്ടർ, യാർഡ് എക്സ്റ്റൻഷൻ ബെർത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ MSC തുർക്കിയെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെയും ഡീറ്റെയിൽ അപ്ഡേഷനാണ്. നമുക്ക് അടുത്തൊരു വ്യൂവിലേക്ക് പോകാം. ഈ വ്യൂ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കാണ്. ഏകദേശം 57 ലക്ഷം ടൺ നാച്ചുറൽ സ്റ്റോൺ ചിലവായിട്ടുള്ള അല്ലെങ്കിൽ ഫില്ല് ചെയ്തിട്ടുള്ള ബ്രേക്ക് വാട്ടറാണ് നമ്മൾ കാണുന്നത്. ഏകദേശം 2960 മീറ്ററാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ബ്രേക്ക് വാട്ടറിൻ്റെ ഫസ്റ്റ് ഫേസിലെ ലെന്ത്. ഫസ്റ്റ് ഫേസ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, എൻഡ് പോർഷനിൽ ആക്രോപോഡ് ഫില്ല് ചെയ്തിരിക്കുന്നതും ഹെവി സ്റ്റോൺ ഫില്ല് ചെയ്തിരിക്കുന്നതും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ ഭാഗത്തു നിന്നാണ് ഏകദേശം 1040 മീറ്ററാണ് എക്സ്റ്റൻഷനിലൂടെ 4000 മീറ്റർ ബ്രേക്ക് വാട്ടർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. 2028 കൂടിയാണ് ആ വർക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പോർട്ടിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഹെവി നാച്ചുറൽ സ്റ്റോണും കടലിന് ഓപ്പോസിറ്റായിരിക്കുന്ന ഭാഗത്ത് ആക്രോപോഡുമാണ്. ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ ഈ പറയുന്ന കോൺക്രീറ്റ് റോഡ് എന്ന് പറയാൻ പറ്റുന്ന കോൺക്രീറ്റ് സ്ലാബ് കൊണ്ടുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ വർക്കുകൾ തുടങ്ങുന്നത്. അവിടെ സൈഡിൽ നമ്പർ എഴുതിയിട്ടുണ്ട്. 2800 മീറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 2960 മീറ്ററാണ് ടോട്ടലായിട്ട് ബ്രേക്ക് വാട്ടർ ഉള്ളത്. ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഹെവി മെഷീൻസ് ഒന്നും ഇവിടെ കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ക്രെയിൻസ് ഉൾപ്പെടെ ആക്രോപോഡ് ഫില്ല് ചെയ്യുന്ന ക്രെയിൻസ് ഉൾപ്പെടെ കാണാൻ സാധിച്ചു. കഴിഞ്ഞ ആഴ്ചയിലും ചെറിയ മാർക്കിങ് മീൻസ് ലൈൻസിൻ്റെയൊക്കെ വർക്കുകൾ ഉണ്ടായിരുന്നു. ആ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഒരു വർക്ക് സ്റ്റാഫിനെ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. 100% വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി പോകുന്നതിൻ്റെ പോയി കഴിഞ്ഞതിൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ കാണുന്നത്. ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് ഫേസിൻ്റെ പാരിസ്ഥിതിക അനുമതി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലഭിച്ചു കഴിഞ്ഞു. സെക്കൻഡ് വർക്കുകൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം അതിനു വേണ്ടിയുള്ള നാച്ചുറൽ സ്റ്റോണുകളെല്ലാം പോർട്ടിൽ ദിനം പ്രതി 100 കണക്കിന് നാച്ചുറൽ സ്റ്റോണുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ഒരു 4-5 പ്ലേസിൽ നിന്നാണ് നമ്മൾ അപ്ഡേഷൻ എടുക്കും. തീർച്ചയായിട്ടും നാച്ചുറൽ സ്റ്റോൺ എവിടെയാണ് ഡംപ് ചെയ്യുന്നതും എവിടെയാണ് അത് കൂട്ടിയിടുന്നതെന്നും എത്രയാണ് സ്റ്റോറേജ് ഉള്ളതെന്നും നമുക്ക് വ്യക്തമായിട്ട് 2-3 വ്യൂ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലുള്ള 10 മീറ്ററിൻ്റെ വീതിയുള്ള റോഡിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ബ്രേക്ക് വാട്ടറിൽ ചേർന്നിട്ടുള്ള ടവറിൻ്റെ വർക്കുകൾ ഉണ്ടായിരുന്നു. ആ ടവറിൻ്റെ വർക്കുകളും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ മുന്നിൽ ആദ്യത്തെ ടവർ എത്തിയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഈ ടവറിൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് വർക്കിങ്ങിലാണ് ടവർ. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC ടർക്കിയും നമ്മുടെ പോർട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അത് നമ്മൾ 2-3 ദിവസം മുന്നേ അല്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ അപ്ഡേഷൻ തന്നതാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഈ ഭാഗത്തെല്ലാം വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു വർക്കിംഗ് സ്റ്റാഫിനെ കാണാൻ സാധിക്കില്ല. പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വ്യൂ എന്ന് പറയുമ്പോൾ ബ്രേക്ക് വാട്ടർ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2960 മീറ്ററാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ബെർത്തിൻ്റെ സൈഡിലേക്ക് എത്തിയിരിക്കുന്നുണ്ടോ. ഇത്രത്തോളമാണ് നമുക്ക് ഈ വിഷ്വൽ നിന്നാൽ ഈ വ്യൂ നമുക്ക് കിട്ടുന്ന വിഷ്വൽ. ഇനി നമുക്ക് സൈഡിലേക്ക് നമ്മൾ വന്നപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വന്നപ്പോൾ കാണാതെ പോയ 2-3 മിഷനറീസ് ഉണ്ട്. മിഷനറീസ് എന്നല്ല പറയുന്നത്, അതിനെ ഈ പറയുന്ന ബാർജ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് സ്പ്ലിറ്റ് ബാർജാണ്. ഈ ബാർജിലാണ് ഹെവി സ്റ്റോണൊക്കെ
നമ്മുടെ ഈ ബ്രേക്ക് വാട്ടർ ലൈറ്റ് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പഴയ വീഡിയോ ഒരു 6-7 മാസത്തിന് മുന്നേ 8 മാസം മുന്നേ ഉള്ള അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുന്നേ ഉള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ തീർച്ചയായിട്ടും ഈ സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോൺ കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്പ്ലിറ്റ് ബാർജിൻ്റെ കളറൊക്കെ മാറ്റി പുതിയ പെയിൻ്റൊക്കെ അടിച്ച് വളരെ ഭംഗിയായിട്ടുണ്ട്. കാരണം വർക്ക് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. സ്പ്ലിറ്റ് ബാർജുമുണ്ട്, തൊട്ടടുത്ത് തന്നെ ഇഞ്ചിൻലെസ് ബാർജും നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, അങ്ങനെ സ്പ്ലിറ്റ് ബാർജും ഇഞ്ചിൻലെസ് ബാർജും പൂർണ്ണമായിട്ടും ചെറിയ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കും. കാരണം എപ്പോഴും സ്റ്റോൺ കയറ്റിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പെയിൻ്റൊക്കെ അടിച്ച് വളരെ ഭംഗിയായിട്ട് നമുക്ക് പോർട്ടിൻ്റെ സൈഡിലൊക്കെ ഈ സ്പ്ലിറ്റ് ബാർജും ഇഞ്ചിൻലെസ് ബാർജും പാർക്ക് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഉടൻ തന്നെ സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആക്റ്റീവായിട്ട് നമ്മുടെ പോർട്ടിലൂടെ വളരെ ഫാസ്റ്റായിട്ട് കടന്നു പോകുന്ന സ്പ്ലിറ്റ് ബാർജിനെയും ഇഞ്ചിൻലെസ് ബാർജിനെയും കാണാവുന്നതാണ്. ഇതാണ് നമ്മുടെ ബെർത്തിൻ്റെ ഈ പറയുന്ന എൻഡ് പോർഷൻ, അതായത് 800 മീറ്റർ നീളമുള്ള ബെർത്തിൻ്റെ എൻഡ് പോർഷനാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാനായി സാധിക്കുന്നത്. വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇനി 1200 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഏകദേശം 2000 മീറ്ററാണ് ബെർത്തിൻ്റെ ലെന്ത് വരിക. അപ്പോൾ സെക്കൻഡ് ഫേസ് 2028 ആകുമ്പോൾ ബെർത്തിൻ്റെ നീളം 800 മീറ്ററും 800 മീറ്ററല്ല 2000 മീറ്ററും ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ ആവട്ടെ 4000 മീറ്ററുമായി മാറും. അതിനോട് ചേർന്നിട്ടുള്ള യാർഡ് എക്സ്റ്റൻഷൻ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടോ, ഇതാണ് നമ്മളെ യാർഡ് എക്സ്റ്റൻഷൻ ഭാഗം. ഈ കടലിലൂടെ തന്നെയാണ് ഇപ്പോൾ നേരത്തെ കടൽ നികത്തിയാണ് യാർഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെയാണ് കടൽ നികത്തി തന്നെയാണ് ഫില്ല് ചെയ്ത് തന്നെയാണ് നമ്മളെ ഹെവി സ്റ്റോണും ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോണും ഇട്ടാണ് നമ്മളെ ഈ പറയുന്ന കടൽ പൂർണ്ണമായിട്ടും നികത്തി എടുത്തിട്ടാണ് ഈ യാർഡും വരാൻ പോകുന്നത്. ആ എക്സ്റ്റൻഷൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നുണ്ടോ. ഈ ഭാഗമാണ് പൂർണ്ണമായിട്ടും എക്സ്റ്റെൻഷൻ ചെയ്യാൻ പോകുന്നത്. 2028 വർക്ക് കംപ്ലീറ്റ് ആകും. ഇപ്പോൾ നമുക്കൊരു ഹെവി എക്സ്കവേറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് നമ്മുടെ നമ്മൾ കടലിൽ നിന്നുള്ള ട്രഡ്ജ് ചെയ്യുന്ന സാൻഡ് കോരി മാറ്റുകയാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, ഈ സാൻഡ് എവിടേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാനായി സാധിക്കും. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് മുതൽ NH66 വരെ നീളുന്ന ഒരു ലിങ്ക് റോഡുണ്ട്. ആ ലിങ്ക് റോഡിൻ്റെ വർക്ക് അപ്ഡേഷൻ അല്ലെങ്കിൽ വർക്ക്സിന് വേണ്ടിയാണ് നിലവിൽ ഈ പറയുന്ന പോർട്ടിൽ നിന്നുള്ള ഡ്രഡ്ജ് ചെയ്ത മണൽ കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് ലോറിയിൽ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മുടെ പോർട്ടിൽ നിന്നും നമ്മുടെ ഈ പറയുന്ന NH66 വരെ 1700 മീറ്റർ നീളം മാത്രമാണുള്ളത്. അപ്പോൾ ഡ്രഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ചാണ് ആ റോഡ് ഫില്ല് ചെയ്ത് വളരെ മനോഹരമായ 4 വരി പാതയാണ് ഫില്ല് ചെയ്ത് വരുന്നത്. ആ വർക്കിൻ്റെ അപ്ഡേഷൻ തീർച്ചയായിട്ടും കാണാത്തവർ 2 ദിവസം മുന്നേയുള്ള അപ്ഡേഷൻ ഇട്ടിട്ടുണ്ട്. അത് 16ാമത്തെ അപ്ഡേഷനുണ്ട്. 16 വീഡിയോയും ആ പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലിങ്ക് റോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അതിൽ നിന്നും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുമാത്രമല്ല ട്രഡ്ജിങ്ങിൻ്റെ ഓസ് എന്നോ മടക്കി വെച്ച ഓസാണ് ഇതുവരെയായിട്ട് നമ്മുടെ പോർട്ടിൽ. അതിനുശേഷം ട്രഡ്ജ് ആവശ്യമായിട്ട് വന്നിട്ടില്ല. ഇനി സെക്കൻഡ് ഫേസ് വരുമ്പോഴാണ് ട്രഡ്ജിങ്ങിൻ്റെ ആവശ്യം. ഇനി എന്നാലും സെക്കൻഡ് ഫേസിലും ട്രഡ്ജിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരും എന്ന് തോന്നുന്നില്ല. കാരണം ഓൾറെഡി നമുക്ക് നാച്ചുറലായിട്ട് തന്നെ പലപ്പോഴും വിളിച്ചു പറയുന്ന പോലെ 18 മുതൽ 24 മീറ്റർ വരെയാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള എല്ലാം ഡീപ്പ് വാട്ടർ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നിലവിൽ ട്രഡ്ജിൻ്റെ ആവശ്യം വരുന്നില്ല. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിൽ കണ്ടെയ്നർ വളരെ മനോഹരമായി ഒന്നിന് മുകളിൽ ഒന്നിൽ കട്ട പോലെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. വളരെ മനോഹരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 ലക്ഷം TEUക്ക് മുകളിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സാധ്യമാക്കിയ ലോകത്തിലെ തന്നെ ഒരേ ഒരു പോർട്ട് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതിന് കാരണം നമ്മുടെ ബെർത്തിൻ്റെ നീളം വെറും 800 മീറ്റർ മാത്രമാണ്. 800 മീറ്റർ വെച്ചിട്ടാണ് നമുക്കത് സാധ്യമാക്കിയെങ്കിൽ ഇനി ബെർത്തിൻ്റെ നീളം 2000 മീറ്റർ ആകുമ്പോൾ നല്ലൊരു മാറ്റം തന്നെയായിരിക്കും നമ്മുടെ പോർട്ടിന് വരും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും സംശയമില്ലാതെ നമുക്ക് പറയാനായി സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്തുനിന്നുള്ള വിഷ്വൽ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോയാൽ ഡീറ്റെയിൽ ആയിട്ട് പോർട്ടിനകത്ത് എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നത് എന്ന് നമുക്ക് 4ഓ 5ഓ വ്യൂവിൽ നിന്നാണ് നമ്മൾ അപ്ഡേഷൻ എടുക്കുന്നത്. നമുക്ക് ആ വ്യൂയിലേക്കാണ് അടുത്ത് പോകേണ്ടത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ STS ക്രെയിൻ്റെ ബൂം എന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. ബൂമിൻ്റെ എൻഡ് പോർഷൻ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. പലപ്പോഴായിട്ട് നമ്മൾ സൂം ചെയ്യാറുണ്ട്. ഇതാണ് STS ക്രെയിൻ്റെ ബൂമിൻ്റെ എൻഡ് പോർഷൻ എന്ന് പറയുന്നത്. ഏകദേശം 72 മീറ്റർ മുതൽ 78 മീറ്റർ വരെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ലെന്ത്. അതായത് കടലിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ലെന്താണ് ഞാൻ പറയുന്നത്. കണ്ടോ, ഇപ്പോൾ എല്ലാ STS ക്രെയിൻ്റെ ബൂം പൂർണ്ണമായിട്ടും ഉയർത്തി വെച്ചിരിക്കുന്നത് ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ആകാശത്തെ തൊട്ട് നിൽക്കുന്ന ഒരു ക്രെയിൻ എന്ന് നമുക്ക് വളരെ മനോഹരമായി പറയാനായി സാധിക്കും. അത് കാഴ്ചയും വളരെ മനോഹരമാണ്. വെയിലത്ത് അതിങ്ങനെ മിന്നിത്തിളങ്ങുന്ന കാണാൻ സാധിക്കും. അതും നല്ലൊരു കാഴ്ച തന്നെയാണ്. നമുക്ക് എൻഡ് പോർഷൻ നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ വീഡിയോ ഷൂട്ട് ചെയ്ത് നമുക്ക് കാണാനായി സാധിക്കും. അങ്ങനെ 8 STS ക്രെയിനാണ് നിലവിൽ 800 മീറ്റർ നീളമുള്ള ബെർത്തിൽ നമുക്കുള്ളത്. യാർഡ് ക്രെയിനുകളെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും.
ഇനി നമുക്ക് അടുത്തൊരു വ്യൂവിലേക്കാണ് പോകേണ്ടത്. ആ വ്യൂ എന്നായിരിക്കും നമ്മളെ പോർട്ടിനകത്തുള്ള അപ്ഡേഷൻസ് എല്ലാം നോക്കുന്നത്. നമുക്ക് ആ ഒരു വ്യൂവിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ വ്യൂ കാണുന്നവർക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ വിഷ്വൽ തന്നെയാണ്. ഇത് പോർട്ടിനകത്ത് നിന്ന് നമ്മൾ നോക്കുന്നതാണ്. ഇതുവരെയായിട്ട് നമ്മൾ കടലിൻ്റെ ഭാഗത്തു നിന്ന് പോർട്ടിലേക്കാണെങ്കിൽ ഇപ്പോൾ പോർട്ടിനകത്ത് നിന്നാണ് നമ്മൾ വിഷ്വൽ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ യാർഡ് പോർഷൻ നമുക്ക് കുറച്ച് ഭാഗമേ നേരത്തെ കാണാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കും. യാർഡ് പോർഷൻ പുതിയ 2 ബിൽഡിംഗ് വന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം 2-3 ആഴ്ചയായിട്ടുണ്ട് നമ്മൾ ഈ പോർട്ടിൻ്റെ അപ്ഡേഷൻ നമ്മൾ എടുത്തിട്ട്. ഓരോ ആഴ്ചയിലും നമ്മൾ അപ്ഡേഷൻ കൊടുക്കുന്നതാണ്. പക്ഷേ 2-3 ആഴ്ചയായിപ്പോയി. അതുകൊണ്ട് ആ ബിൽഡിംഗ് ഒക്കെ വളരെ ഫാസ്റ്റ്. ഇപ്പോൾ നേരത്തെ ആ ബിൽഡിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പെയിൻറ്റഡ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ബിൽഡിങ്ങിൻ്റെ വർക്കും പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ യാർഡിൻ്റെ എൻഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ തൊട്ട് മുന്നേ കടലിൽ നിന്നും വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ എൻഡ് പോർഷൻ്റെ മറുവശമാണ് നമ്മൾ കണ്ടെങ്കിൽ നമുക്ക് യാർഡിൻ്റെ ഉള്ളിലേക്ക് കാണാൻ സാധിക്കും. കാരണം 5 ലക്ഷം TUVക്ക് മുകളിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ വളരെ ചെറിയ യാർഡായിട്ടേ നമുക്ക് കാണുന്നവർക്ക് പുറത്തുനിന്ന് കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ അതല്ല, വലിയൊരു യാർഡ് പോർഷനാണ്. നമ്മൾ ഇവിടെ സൂം ചെയ്യേണ്ട കാരണം നമ്മുടെ ഈ പറയുന്ന കണ്ടെയ്നർ ഒരു സാധാരണ കണ്ടെയ്നറല്ല, അത് റീഫർ കണ്ടെയ്നറാണ്. റീഫർ കണ്ടെയ്നറിൻ്റെ ഹോൾഡിംഗ് സ്റ്റാൻഡിൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പഴയ വീഡിയോയിൽ ആ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ട് റീഫർ കണ്ടെയ്നർ മുകളിൽ തന്നെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ പറയാൻ കാരണം നമുക്ക് റീഫർ കണ്ടെയ്നറിൻ്റെ ഹോൾഡിംഗ് സ്റ്റാൻഡ് രണ്ടാമത്തെയാണ് നിലവിലുള്ളത്. 2 സ്റ്റാൻഡ് ഓൾറെഡി ഉണ്ട്. കാരണം ധാരാളം റീഫർ കണ്ടെയ്നറാണ് വരുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ വർക്കുകൾ യാർഡിൽ എത്രത്തോളം റീഫർ കണ്ടെയ്നർ സ്റ്റോറേജ് വേണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ പോർട്ട് ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായതിനാൽ ധാരാളം റീഫർ കണ്ടെയ്നർ വന്നു പോകുന്നതിനാൽ നമുക്ക് ഒരു സ്റ്റാൻഡ് കൂടി നമ്മൾ പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡ് എന്നായിരിക്കും, ഹോൾഡിംഗ് സ്റ്റാൻഡ് എന്നായിരിക്കും പറയുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് നമ്മൾ ഈ കാണുന്നത് ഇതും റീഫർ കണ്ടെയ്നർ തന്നെയാണ്. ഇത് ആദ്യമായിട്ട് നമ്മുടെ പോർട്ടിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന റീഫർ കണ്ടെയ്നർ അല്ലെങ്കിൽ റീഫർ ഹോൾഡിംഗ് സ്റ്റാൻഡാണ്. അതുമാത്രമല്ല തൊട്ടടുത്ത് നമുക്ക് വെഹിക്കിൾ കാണാൻ സാധിക്കും. അതായത് ലോറിയുടെ ഷേപ്പാണത്. കാരണം ലോറി തന്നെയാണത്, നമ്മുടെ നാട്ടിലൂടെ പോകുന്ന ലോറി തന്നെയാണ്. ഈ ലോറി 40 ഫീറ്റ് കണ്ടെയ്നർ വലിപ്പത്തിൽ ഹോൾഡ് ചെയ്തിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. പക്ഷേ ഏത് രാജ്യത്തിൻ്റെയും നമുക്കറിയില്ല, ഏത് രാജ്യത്തിൻ്റെ എന്നല്ല ഏത് കമ്പനിയുടെയും നമുക്കറിയില്ല. കാരണം അതിൻ്റെ ഒരു സിമ്പിളൊന്നും നമുക്ക് വളരെ ദൂരം ഒന്ന് സൂം ചെയ്താലും കാണാൻ സാധിക്കില്ല. നിലവിൽ 3 വെഹിക്കിളാണ് നിലവിൽ കണ്ടെയ്നറിൻ്റെ വലിപ്പത്തിലുള്ളത്. കൊണ്ട് ഇതുപോലുള്ള ധാരാളം വെഹിക്കിൾസ് നമ്മുടെ കപ്പൽ മാർഗം വഴി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് പല രാജ്യത്തേക്കായിരിക്കും ട്രാൻസ്ഷിപ്മെൻറ്റ് ഭാഗമായിട്ട് ചിലപ്പോൾ ചൈനയിൽ നിന്ന് ഒന്ന സാധനം ചിലപ്പോൾ ദുബായിലായിരിക്കും ഇത് പോകേണ്ടത്. ഇവിടെ നിലവിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ഭാഗത്തായിട്ട് ഹോൾഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ പല വലിപ്പത്തിലും പല ഷേപ്പിലും കണ്ടെയ്നർ രൂപത്തിൽ നമുക്ക് മെറ്റീരിയൽ ഏത് രാജ്യത്തിലേക്ക് വേണോ അയക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന 40 ഫീറ്റും 20 ഫീറ്റിൻ്റെയും അതേ ഷേപ്പിൽ മെറ്റീരിയൽ പോകും എന്ന് അല്ല അതിനർത്ഥമാക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ സെൻഡ് ചെയ്യുന്ന ആൾക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും ഏത് ഷേപ്പിലാണോ മെറ്റീരിയൽ കൊണ്ടുപോകേണ്ടത് അതേ വലിപ്പത്തിലേക്ക് കണ്ടെയ്നർ മാറ്റുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? കണ്ടെയ്നർ ആ വലിപ്പത്തിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഷിപ്പിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതേ വലിപ്പത്തിലുള്ള പല മെറ്റീരിയൽ, എനിക്കൊന്നത് കേബിൾ ആവാനാണ് ചാൻസ് കൂടുതൽ. പല മെറ്റീരിയലും ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ നമ്മുടെ പോർട്ട്, നമ്മുടെ ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റായ നമ്മുടെ പോർട്ട് വഴിയാണ് ലോകരാജ്യങ്ങൾക്കിടയിലൂടെ ഇപ്പോൾ മെറ്റീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ റീഫർ ഹോൾഡിംഗ് സ്റ്റാൻഡ് ഇതാണ് നമ്മുടെ പോർട്ടിലുള്ള നേരത്തെ പഴയ ഒരു സ്റ്റാൻഡായിരുന്നത്. അത് റീഫർ കണ്ടെയ്നർ വളരെ കൂടുതലായിട്ട് വന്നതുകൊണ്ട്, കാരണം നമ്മൾ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്ന് പറയുമ്പോൾ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ് ഇന്ത്യയിൽ. അത് കാരണം ധാരാളം റീഫർ കണ്ടെയ്നർ വരാൻ ചാൻസ് അല്ല, ധാരാളം റീഫർ കണ്ടെയ്നർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് അടുത്തൊരു സ്റ്റാൻഡ് പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞപ്പോൾ നിലവിൽ 800 മീറ്റർ ബെർത്തിനോട് ചേർന്നിട്ട് 2 റീഫർ ഹോൾഡിംഗ് സ്റ്റാൻഡ് നമുക്കുള്ളത്. ഇനിയിപ്പോൾ 2000 മീറ്ററിലോട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും ഇനിയും റീഫർ കണ്ടെയ്നറുകൾ ധാരാളമായി വരും. ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് മെറ്റീരിയൽ അയക്കുന്നതിനാണ് റീഫർ കണ്ടെയ്നർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വൈറ്റ് കളർ കാണുന്ന എല്ലാ റീഫർ കണ്ടെയ്നറല്ല, നമ്മൾ ആ സ്റ്റാൻഡിലുള്ളതാണ് കറക്റ്റ് റീഫർ കണ്ടെയ്നർ. കാരണം ഒരു നിശ്ചിത ടെമ്പറേച്ചർ അതിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പറയുന്ന ചെറിയ ക്രെയിനുകളെ നമുക്കറിയാം റീസ്റ്റാക്ക് ക്രെയിനുകളെന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ ക്രെയിനിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ക്രെയിൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഇപ്പോൾ നമുക്ക് 3 ക്രെയിനുകളാണ് വന്നിട്ടുള്ളത്. 4 ക്രെയിനാണ് നമ്മുടെ പോർട്ടിലേക്ക് വേണ്ടതുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചുള്ളൂ. ഈ കണ്ടെയ്നർ ഈ റീഫർ കണ്ടെയ്നർ റീസ്റ്റാക്ക് ക്രെയിനുകൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടെയ്നർ പല ഷേപ്പിലേക്കും പല സൈസിലേക്കും പല ലെവലിലേക്കും പല സ്പേസിലേക്കും നമുക്ക് മാറ്റാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലോറിയിലെത്തുന്ന ഈ കണ്ടെയ്നറുകൾ പല പൊസിഷനിലേക്കും ചേഞ്ച് ചെയ്യാൻ ഈ റീസ്റ്റാക്ക് ക്രെയിനുകളെ കൊണ്ട് സാധിക്കും. 5 കണ്ടെയ്നർ ഹൈറ്റിൻ്റെ മുകളിൽ ഈ റീസ്റ്റാക്ക് ക്രെയിനുകൾ വർക്ക് ചെയ്യാനും സാധിക്കും. ആ 3 റീസ്റ്റാക്ക് ക്രെയിനുകളാണ് നമ്മുടെ മുന്നിലോട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു റീസ്റ്റാക്ക് ക്രെയിനുകളൂടെ നമ്മുടെ പോർട്ടിൽ കാണുമായിരിക്കും. ഇപ്പോൾ നിലവിൽ ഇവിടെ കാണാൻ സാധിക്കില്ല. ഇതാണ് നമ്മുടെ യാർഡ് പോർഷൻ. കണ്ടോ, യാർഡിൻ്റെ സൈസ് നമുക്ക് ഇവിടെ വന്നാലാണ് വ്യക്തമായിട്ട് 800 മീറ്ററിൻ്റെ ലെന്ത്
നമുക്ക് വളരെ ദൂരെ നിന്ന് കാണാൻ പറ്റുന്ന ഇതാണ്. കാരണം നമ്മൾ പോർട്ടിനകത്ത് കയറിയാൽ തന്നെ നമുക്ക് ഇത്രയും സൈസിൽ നമുക്ക് ഇത്രയും പിന്നെ ഒരു നല്ലൊരു ഫ്രെയിമിൽ നമുക്ക് വിഷ്വൽ കിട്ടില്ല. നമ്മളെ പോർട്ടിനകത്ത് കയറി ധാരാളം വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പോർട്ട് ഓഫീസ് ബിൽഡിംഗ്, PO ബിൽഡിംഗ് എന്ന് പറയും, ഈ ബിൽഡിങ്ങിൽ ഇരുന്നിട്ട് അകത്താണ് വർക്കിംഗ് സ്റ്റാഫുകൾ ഇരുന്നിട്ട് നമ്മൾ ഈ പറയുന്ന കാൻറ്റിലിവർ, റെയിൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിനും STS ക്രെയിനുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ട്രക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ട്രെയിലർ ലോറികൾ എന്ന് നമുക്ക് പറയാം. കണ്ടെയ്നർ മൂവ് ചെയ്യുന്ന ട്രെയിലർ ലോറികൾ ധാരാളമായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. വളരെ മനോഹരമായ കാഴ്ച തന്നെ. ഇത്രയും ഈ പറയുന്ന കണ്ടെയ്നർ മൂവ് ചെയ്യുന്ന ലോറികളെ നമുക്ക് ഇതിനു മുന്നേ ഇതുപോലെ കാണാനായി സാധിച്ചില്ല. പക്ഷേ ആദ്യമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. നമ്മുടെ പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ് ഇങ്ങനൊരു കാഴ്ചയുള്ളത്. കണ്ടോ, ഒന്നിനു പുറകിൽ ഒന്നായിട്ട് ധാരാളം ലോറികളുണ്ടാണ്. ഈ ലോറികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രെയിലർ ലോറികൾ ഡേ നൈറ്റ് വർക്ക് ചെയ്തിട്ടാണ് കപ്പലിൽ നിന്നും കണ്ടെയ്നർ ഇതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചതിന് ശേഷം ഇത് യാർഡ് പോർഷനിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന കാൻറ്റിലിവർ, റെയിൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിനുകൾ ഉപയോഗിച്ച് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി യാർഡ് പോർഷനിലേക്ക് വയ്ക്കുന്ന അതിനുപയോഗിക്കുന്ന ലോറികളാണ്. ധാരാളം കൂട്ടുകാർ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേക്കൻസി നമ്മളെ ഈ പറയുന്ന ട്രെയിലർ ലോറിയിലെ വേക്കൻസി വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതുമാത്രമല്ല പോർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേക്കൻസികൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ അപ്ഡേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നേരിട്ടായിരിക്കും, പോർട്ട് തന്നെയായിരിക്കും അത്. പോർട്ടല്ല, പോർട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസി ആയിരിക്കും അതെല്ലാം ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തരുന്നതായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ഈ പറയുന്ന പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ട് പുതിയൊരു വർക്ക് ഫോം ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടിരുന്നില്ല, കണ്ടോ, ഒരു റൗണ്ട് ഗ്രൗണ്ട് പോർഷൻ. അത് മാത്രമല്ല അതിൻ്റെ മുകളിൽ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഹൈമാസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാനായി സാധിക്കും. LED ലൈറ്റുകൾ കൊണ്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റാണ്. കേട്ടോ, ഇതാണ് നമ്മുടെ പുതുതായിട്ട് വന്ന ഒരു ഹൈമാസ്റ്റ് ലൈറ്റ്. പുതുതായിട്ട് വന്നെന്ന് പറഞ്ഞാൽ 2 ആഴ്ചയായിട്ട് നമ്മൾ 2-3 ആഴ്ചയായിട്ട് അപ്ഡേഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ 2-3 ആഴ്ച കൊണ്ട് വന്ന മാറ്റങ്ങളിൽ ഏറ്റവും വലുത് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന പോർട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് പൂർണ്ണമായിട്ടും വന്നിട്ടുണ്ട്. ഗ്രൗണ്ട് പോലെ ഒരു റൗണ്ട് സർഫസ് ഏരിയ ആക്കിയിട്ടുണ്ട്. കേട്ടോ, ഈ ഒരു വർക്കും ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ഹാർബറിൻ്റെ പുലിമുട്ട് കാണാനായി സാധിക്കും. ഇനി നമുക്ക് അടുത്തൊരു വ്യൂവിലേക്ക് പോകാം. ഈ വ്യൂ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ബാക്ക് വശമാണ് നമ്മൾ ഈ കാണുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് നീണ്ടത് ബാക്ക് വശമാണ് ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ യാർഡ് പോർഷൻ കാണാനായി സാധിക്കും. പക്ഷേ എത്രത്തോളമാണ് ലെന്ത് ഉള്ളതെന്ന് ഈ വശത്ത് നിന്ന് നമുക്ക് അറിയാനായി സാധിക്കില്ല. എന്നാൽ നമ്മൾ അപ്ഡേഷൻ എടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും എല്ലാ ഭാഗത്തു നിന്നായിരിക്കും നമ്മൾ അപ്ഡേഷൻ എടുക്കുന്നത്. നമ്മളൊരാൾ വന്ന് നമ്മുടെ പോർട്ട് കാണുന്ന പോലെ തന്നെ വളരെ ദൂരെ നിന്നായിരിക്കും നമ്മൾ ഈ അപ്ഡേഷൻസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഈ യാർഡ് പോർഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഡോൾഫിൻ ടഗുകളെയാണ് കാണാൻ സാധിക്കുന്നത്. ഡോൾഫിൻ 26, 27, 28, 29 അങ്ങനെ 4 ഡോൾഫിൻ ടഗുകൾ നിരനിരയായി തൂവള്ള നിറത്തിലൂടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ കുതിരകൾ എന്ന് പലപ്പോഴായിട്ട് നമ്മൾ വിശേഷിപ്പിച്ചിട്ടുള്ള ആ ടഗുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ബെർത്ത് പോർഷനിൽ, ബെർത്തിൻ്റെ സൈഡിലാണ് ഈ ഒരു ചെറിയ പോർഷനിലാണ് നമ്മുടെ ഈ പറയുന്ന ഡോൾഫിൻ ടഗുകൾ നിർത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തു നിന്നാൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോണുകൾ ഡംപ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു മല പോലെ വന്നിട്ടുണ്ട്. കാരണം സ്റ്റോറേജ് സ്പേസ് കൂട്ടുകയാണ്. നമ്മൾ ഫസ്റ്റ് ഫേസ് 2960 മീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ നേരത്തെ 57 ലക്ഷം നാച്ചുറൽ സ്റ്റോണുകളാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ ആവശ്യമായി വന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇനി എനിക്ക് തോന്നുന്നു ഒരു 1040 മീറ്റർ കൂടിയാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇതിനുള്ളിലേക്ക് പോകുന്തോറും ഇനി ഡെപ്ത് കൂടി ആഴം കൂടി വരും. അപ്പോൾ അത്രത്തോളം തന്നെ നാച്ചുറൽ സ്റ്റോൺ ഇനിയും ഏകദേശം 50 ലക്ഷം ടണ്ണോളം നാച്ചുറൽ സ്റ്റോൺ ഇനിയും വേണ്ടി വരും. അതിനാവശ്യം വർക്ക് തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോണുകളെല്ലാം സ്റ്റോർ ചെയ്ത് ഈ ഭാഗത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് ഇവിടെയെല്ലാം തരം തിരിച്ച് നാച്ചുറൽ സ്റ്റോൺ മാറ്റിയിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് വരുന്നത്. അതിനനുസരിച്ച് ചെറുതും വലുതുമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോണുകൾ ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് തരം തിരിച്ച് ഈ ഭാഗത്തെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തുടങ്ങിയിട്ടില്ല, ഉടനെ തന്നെ തുടങ്ങും. കാരണം ഫസ്റ്റ് ഫേസിൻ്റെ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സെക്കൻഡ് ഫേസും വളരെ ഫാസ്റ്റായിട്ട് തന്നെയായിരിക്കും പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഒരു ഗ്രൗണ്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇത് ഇവിടെ ഉള്ളവർ കളിക്കാനുള്ള ഗ്രൗണ്ടാണ് എന്ന് തോന്നുന്നു. നമ്മൾ ഈ ഗ്രൗണ്ടിൻ്റെ വർക്കുകൾ പണ്ട് മുതലേ നമ്മൾ അപ്ഡേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗ്രൗണ്ട് വരുന്നുണ്ട് ഇവിടെ. പക്ഷേ അത് പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല സ്പേസ് ഉണ്ട്. വളരെ ദൂരെ നിന്നിട്ടാണ് വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതാണ് നമ്മുടെ പോർട്ട് ഓഫീസ് ബിൽഡിങ്ങും യാർഡും നമ്മൾ ഈ കാണുന്ന STS ക്രെയിനുകളും
നമ്മുടെ നാച്ചുറൽ സ്റ്റോൺ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗമെല്ലാം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത് നോക്കാൻ പോകേണ്ടത് നമ്മൾ പലപ്പോഴായിട്ട് നമ്മളെ ഡ്രഡ്ജിൻ്റെ നമ്മളെ ഈ പറയുന്ന ഈ പറയുന്ന ബാർജിൻ്റെ ഡീറ്റെയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഈ സ്പ്ലിറ്റ് ബാർജിലെ സ്റ്റോൺ കൊണ്ടുപോകുന്ന പ്ലേസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയില്ലായിരിക്കും. നമുക്ക് അതുകൂടി നോക്കാം. കണ്ടോ, ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജ് ഉപയോഗിച്ച് ഈ പറയുന്ന കണ്ടോ ഇങ്ങനെയൊരു പ്ലേസ് ഉണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോൺ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഒരു ഇഞ്ചിൻലെസ് ബാർജാണ്. അപ്പോൾ ഇഞ്ചിൻലെസ് ബാർജിലും സ്പ്ലിറ്റ് ബാർജിലുമാണ് കടലിലൂടെ നമ്മുടെ ബ്രേക്ക് വാട്ടറിലേക്ക് പോകുന്നത്. ഇനി നമ്മുടെ ഈ കരയിലൂടെയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലുള്ള 10 മീറ്റർ റോഡിലൂടെയും പോകും. നമ്മൾ ഈ കാണുന്ന രണ്ടാമത്തെ പൊസിഷൻ, കാരണം ബെർത്ത് പോലെ കാണുന്ന ഈ പൊസിഷൻ ഇത് ഇഞ്ചിൻലെസ് ബാർജിന് വേണ്ടിയുള്ളതാണ്. തൊട്ടപ്പുറത്ത് നമ്മൾ കണ്ട സ്പ്ലിറ്റ് ബാർജിനുള്ളതാണ്. അങ്ങനെ ഇഞ്ചിൻലെസ് ബാർജും സ്പ്ലിറ്റ് ബാർജും നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിലൂടെയും ലോറികളിലെ ധാരാളം നാച്ചുറൽ സ്റ്റോൺ വളരെ ഫാസ്റ്റായിട്ട് ഡേ നൈറ്റ് പോയിട്ടാണ് നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കണ്ടത് MSC തുർക്കിയാണ്. നമ്മുടെ MSC തുർക്കി ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ വളരെ അനായാസേന ബെർത്ത് ചെയ്യുന്ന വിഷ്വൽ അല്ലെങ്കിൽ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ആ തുർക്കി ഇതാ നമ്മുടെ ബെർത്തിൽ മൂറിങ്ങിലായിരിക്കുന്നു. ആ ഒരു മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ വ്യക്തമായിട്ട് ഷിപ്പിനെ കാണാൻ സാധിക്കും. ഏകദേശം 399.9 മീറ്റർ ലെന്തുള്ള ഷിപ്പ് 61.3 മീറ്ററാണ് ഷിപ്പിൻ്റെ ബീം അല്ലെങ്കിൽ ബെർത്ത് എന്ന് പറയുന്നത്. 24,346 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പ് ഏകദേശം 13.9 മീറ്റർ ഡ്രാഫ്റ്റോടെയാണ് നമ്മുടെ പോർട്ടിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 16 മീറ്ററാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ചോദിക്കും എന്തെങ്കിലും അതിന് പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൂഫുണ്ട്. നമ്മുടെ ഈ പറയുന്ന ഷിപ്പ് ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തീർച്ചയായിട്ടും കണ്ടു മനസ്സിലാക്കാനായി സാധിക്കും. രാത്രിയോടെ ചുമാ പോർട്ടിലേക്ക് നമ്മുടെ കപ്പൽ പോയി, അത് നമുക്ക് ട്രാക്കിങ്ങിലൂടെ തന്നെ മനസ്സിലായി. അല്ലെങ്കിൽ പകലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഷിപ്പിൻ്റെ 16 മീറ്റർ ഡ്രാഫ്റ്റുള്ള ഷിപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാമായിരുന്നു. നമ്മളെ ഈ കപ്പൽ പോർട്ടിൽ നിന്നും നമ്മുടെ പുറങ്ങളിൽ നിന്നും പോർട്ടിലേക്ക് കയറുന്ന സമയത്ത് കപ്പൽ ചാലിലൂടെ കയറുന്ന ആ വീഡിയോ വ്യക്തമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. വളരെ ക്ലാരിറ്റിയോടെയാണ് 4K റെസൊല്യൂഷനിൽ അപ്ലോഡ് ചെയ്ത്. അപ്പോൾ പലർക്കും ചില സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷിപ്പ് പൂർണ്ണമായിട്ടും ഫില്ലായിട്ടില്ല, ഡ്രാഫ്റ്റ് ഉണ്ട്, പക്ഷേ ഈ പറയുന്ന പല ഡക്കുകളും ഒഴിഞ്ഞു കിടക്കേണ്ടതാണ് എന്നും പലരും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഒഴിഞ്ഞു കിടക്കുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ ചോദിക്കും, ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞാൽ, ഫുൾ കണ്ടെയ്നറായിട്ട് വന്നു കഴിഞ്ഞാലേ പോർട്ടിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ സാധിക്കൂ എന്നൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. ആ നിലവിൽ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് നമ്മുടെ പോർട്ടിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കും. നിലവിൽ നമ്മുടെ ഈ പറയുന്ന MSC ക്ലൗഡ് ജെറാട്ട് എന്ന് പറയുന്ന കപ്പൽ ഇതേ വലിപ്പത്തിലുള്ള കപ്പലാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മുടെ MSC ക്ലൗഡ് ജെറാട്ട് 24,116 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള കപ്പൽ 16.7 മീറ്റർ ഡ്രാഫ്റ്റോടെയാണ് നമ്മുടെ പോർട്ടിൽ വന്ന് വളരെ അനായാസം ബെർത്തിങ് സാധിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കപ്പലിനും തീർച്ചയായിട്ടും സാധിക്കും. ഇനിയും വരും ദിവസങ്ങളിൽ ധാരാളം അൾട്രാ ലാർജ് വെസലുകളാണ് നമ്മുടെ പോർട്ടിലേക്ക് വന്നു പോകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സംശയമുള്ളവർക്കും തീർച്ചയായിട്ടും അത് വ്യക്തമാക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വ്യൂ നമ്മുടെ ഈ പറയുന്ന ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ പല വ്യൂ എന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ പോർട്ടിൽ വളരെ ദൂരെയായിട്ട് നമ്മുടെ ഈ പറയുന്ന MSC ടർക്കി എന്ന് പറയുന്ന അല്ലെങ്കിൽ MSC തുർക്കി എന്ന് പറയുന്ന വളരെ മനോഹരമായ വലിയ ഷിപ്പ്, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ബെർത്ത് ചെയ്ത് മൂറിങ്ങിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ധാരാളം ഷിപ്പുകൾ ഇനിയും ഉടൻ തന്നെ എത്തും എന്നാണ് നമുക്കറിയാനായി സാധിക്കും. കാരണം ധാരാളം MSCയുടെ സർവീസുകളാണ്, പുതിയ വലിയ സർവീസുകളാണ്, അൾട്രാ ലാർജ് വെസലുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സർവീസുകളാണ് നമ്മുടെ പോർട്ടിലേക്ക് മാറ്റിയിട്ടുള്ളത്. കാരണം 2-3 കാരണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെ ഇൻ്റർനാഷണൽ സീ റൂട്ടിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മേൽ മാത്രമേ അകലെയുള്ള പോർട്ടാണ്. അതുമാത്രമല്ല നാച്ചുറലായിട്ട് 18 മുതൽ 24 വരെ ഡീപ്പ് വാട്ടർ പോർട്ടാണ്. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. അതുമാത്രമല്ല നമുക്ക് ഈ പറയുന്ന ഡ്രഡ്ജിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല. ഈ പറയുന്ന വേലിയേറ്റം വേലിയിറക്കം റേഷ്യോ എന്നൊക്കെ പറയുന്നത് 45-50 സെൻറ്റിമീറ്ററാണ് ഡിഫറൻസ്. അപ്പോൾ നിലവിൽ ഈ 45-50 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ 18 മുതൽ 24 മീറ്റർ വരെ ഡീപ്പ് വാട്ടറുള്ള നമ്മളെ പോർട്ടിന് അതൊരു വ്യത്യാസമേ അല്ല. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. ഏത് രാത്രിയും പകലും നമുക്ക് ബെർത്തിങ്ങിന് അനുയോജ്യമായിട്ട് നമുക്ക് സാധിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് പല വലിയ
കപ്പലുകളും വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനായി സാധിക്കാത്തത്. രാത്രിയാണത് ബർത്ത് ചെയ്യുന്നത്, അതിനാൽ നമുക്ക് സാധിക്കില്ല. ചിലപ്പോൾ രാത്രിയായിരിക്കും തിരിച്ചു പോകുന്നത്. അങ്ങനെ പോയതാണ് MS തുർക്കി എന്ന് പറയുന്ന കപ്പൽ. ഏകദേശം 8:30, 9, 10 മണിയായപ്പോൾ ഈ കപ്പൽ ചിമ പോർട്ടിലേക്ക് പോയിട്ടുണ്ട്. അടുത്തൊരു അൾട്രാ ലാർജ് വെസലും നമ്മുടെ പോർട്ടിനകത്ത് വന്നിട്ടുമുണ്ട്. അങ്ങനെ ഏതു സമയത്തും നമുക്ക് ബർത്തിങ്ങോ ഈ പറയുന്ന ബർത്തിൽ നിന്നും പുറത്തേക്ക് പോകാനോ സാധിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ പറയുന്ന പോർട്ടുള്ളത്. അതിനാൽ ധാരാളം അൾട്രാ ലാർജ് വെസലും വരും. അതുമാത്രമല്ല, നമ്മുടെ പോർട്ടിൻ്റെ താരിഫ് മറ്റ് പോർട്ടുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. കൊളംബോ പോർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവ് തന്നെയാണ്. അതുകൊണ്ട് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് സാധിക്കും. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSCയുടെ ഓഫീസ് വിഴിഞ്ഞ് തുറന്നിരിക്കുന്നു, അല്ലെങ്കിൽ വിഴിഞ്ഞ മേഖലയിൽ തുറന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കും. നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓഫീസുമുണ്ട്. അപ്പോൾ MSC തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. MSCയുടെ കപ്പലുകളാണ് ഇപ്പോൾ ധാരാളമായി വരുന്നത്. 2-3 കാരണങ്ങൾ ഇതിന് ഈ പറയുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് കൂട്ടാനും. അതുമാത്രമല്ല, ഇതിൻ്റെ ഓപ്പറേറ്റർ ആരാണെന്നറിയാം, അദാനി ഗ്രൂപ്പാണ്. അദാനി ഗ്രൂപ്പിന് മുൻഷ എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഒരു പ്രൈവറ്റ് പോർട്ടുള്ള ഗ്രൂപ്പാണ് അദാനി ഗ്രൂപ്പ്. ഈ പറയുന്ന പോർട്ടിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ് അദാനി ഗ്രൂപ്പ്. ആ ഗ്രൂപ്പാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടും കൺട്രോൾ ചെയ്യുന്നത്. അതിനാൽ തീർച്ചയായിട്ടും അവരുടെ ബന്ധങ്ങളും അതിനെ നമ്മൾ ഈ കാണുന്ന 5 ലക്ഷം TVക്ക് മുകളിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പോകുന്ന കാര്യത്തിൽ സംശയമില്ല. അതും ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. അദാനിയെ പോലുള്ള വലിയ ഗ്രൂപ്പ് വന്നതും നമുക്കൊരു ഗുണം, നമ്മുടെ പോർട്ടിന് വലിയൊരു ഗുണം തന്നെയാണ്. ഉയർച്ചയിലേക്ക് തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന യാർഡ് പോർഷനാണ് നമ്മൾ കാണുന്നത്. ധാരാളം കണ്ടെയ്നർ വളരെ ഹൈറ്റിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ തൊട്ട് മുന്നേ യാർഡിൻ്റെ സൈഡിൽ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള വിഷ്വലാണ് നമ്മൾ കാണുന്നത്. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നാലും നമ്മുടെ പോർട്ടും യാർഡും ബർത്തും ഇതെല്ലാം അതുമാത്രമല്ല ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചറും വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഓരോ നിമിഷവും നമ്മുടെ പോർട്ട് സമ്മാനിക്കുക. അതുമാത്രമല്ല, ഓരോ സമയത്തും ഓരോ പടി മുന്നോട്ട് പോകുന്ന നമ്മുടെ പോർട്ടിൻ്റെ വളർച്ച കൊണ്ട് അമ്പരപ്പോടെയാണ് ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി 2028 ആകുമ്പോൾ 2nd, 3rd, 4th അല്ലെങ്കിൽ സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആകുന്നതോടൊപ്പം എഫിഷ്യൻസി പോർട്ടിന് നമുക്ക് കൂടാനായി സാധിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ അപ്ഡേഷനും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.